പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായി ഇന്ന് ബാങ്കുകളിൽ വൻ സാമ്പത്തിക ഇടപാടിന് സാധ്യത. പെൻഷനും ശമ്പളവും ഇന്ന് എത്തുമെങ്കിലും 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ. ഇടപാടുകാരുടെ തള്ളിക്കയറ്റം മൂലം ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ അധികാരികൾ പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് മനു ശങ്കർ ചേരുകയാണ്. മനു, ആദ്യ ശമ്പള ദിനം, നോട്ട് പിൻവലിക്കലിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം ഏറെ നിർണായകമായ ഒരു ദിവസം. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറെയുള്ള ഡൽഹിയിലെ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തന്നെയാണ് സാധ്യത. ഇന്ന് 1000 കോടി രൂപയുടെ നോട്ടുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ശമ്പളം ലഭിച്ചതിന് ശേഷവും ATMകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാനാണ് സാധ്യത. ബാങ്കുകളിൽ നേരിട്ടെത്തി പണം മാറുന്നതിനുള്ള വലിയ തിരക്കുകൾ ഇന്നും രാജ്യത്തെമ്പാടും കാണാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഓരോ ആഴ്ചയും പരമാവധി പിൻവലിക്കാവുന്ന തുക 24,000 രൂപയെന്ന നിബന്ധന ശമ്പളത്തിനും പെൻഷനും ബാധകമാണെന്ന് നേരത്തെ തന്നെ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നതാണ്. ഒരാഴ്ച എന്ന പിൻവലിക്കൽ കാലയളവായി SBT SBI നിശ്ചയിച്ചിരിക്കുന്നതും ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയാണ്. അതിനാൽ തന്നെ ഈ സമയത്തിനുള്ളിൽ വലിയ തിരക്ക് എന്തായാലും അനുഭവപ്പെടാൻ തന്നെയാണ് സാധ്യത. പണമായി കൈപ്പറ്റി ഇരിക്കുന്നവർക്ക് ശമ്പളവും വൈകാനുള്ള ഒരു സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരിട്ട് പണമായി നൽകില്ല, പകരം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് അതിലേക്ക് നിക്ഷേപിക്കും. അതിനുശേഷം ഇല്ലാത്തവർ അക്കൗണ്ട് തുറക്കുന്ന മുറയ്ക്ക് കൈമാറുക എന്ന നിർദ്ദേശമാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നികുതി, ഫീസ്, പിഴ, ചാർജുകൾ എന്നീ ഇനങ്ങളിൽ സർക്കാരിലേക്കും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഈ പഴയ 500 രൂപ നോട്ടുകൾ ഈ മാസം 15 വരെ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നതാണ്. ഈ സാഹചര്യത്തിലൊക്കെ ഇന്ന് 1000 കോടി രൂപയുടെ നോട്ടുകൾ നൽകുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുമ്പോഴും ഇത് പിൻവലിക്കുന്നതിനുള്ള ചില ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ട്രഷറികളിൽ നിന്ന് നേരിട്ട് പിൻവലിക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് റിസർവ് ബാങ്ക് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് എത്രമാത്രം പ്രായോഗിക തലത്തിലേക്ക് എത്തുമെന്നത് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതാണ്. അഞ്ജു, തീർച്ചയായും തലസ്ഥാന നഗരമായ ദില്ലിയെ സംബന്ധിച്ച് കേന്ദ്ര ജീവനക്കാർ ഏറെയുള്ള ഒരു പ്രദേശം, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേന്ദ്ര ജീവനക്കാർക്ക് വലിയ ശമ്പള ഉള്ള ഒരു സാഹചര്യം ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഒരുപക്ഷെ ദില്ലിയിൽ പ്രതീക്ഷിക്കാമോ? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഇതിൽ ധനമന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത് ആദ്യ 7 പ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാ മാസവും ശമ്പളം വിതരണം നടക്കാറുള്ളത്. ഇതനുസരിച്ച് ഓരോ വകുപ്പിനും നിശ്ചയിച്ചിട്ടുള്ള ശമ്പള ദിവസങ്ങളിൽ പതിവ് പോലെ അതത് വകുപ്പിന്റെ ശമ്പള ബില്ലുകൾ മാറി നിൽക്കുമെന്നാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം. അനുവദനീയമായ തുക പിൻവലിക്കാൻ ജീവനക്കാർ രാവിലെ തന്നെ എത്തി തിരക്ക് കൂട്ടേണ്ടതില്ല, പ്രവർത്തന സമയത്ത് എപ്പോഴെങ്കിലും എത്തിയാൽ മതിയെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ട്രഷറിയുടെ സമയം പൈസ പിൻവലിക്കുന്നതിനുള്ള സമയം നീട്ടി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ 10 ലക്ഷത്തിൽ പരം പേർക്കാണ് ശമ്പളവും പെൻഷനും നൽകേണ്ടത്. ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയായി 24,000 രൂപ വീതം ഇവർക്ക് നൽകാൻ 2,400 കോടി രൂപ ആദ്യ വാരം തന്നെ വേണ്ടിവരും. ഇതിൽ 1000 കോടി രൂപ വ്യാഴാഴ്ചയും പിന്നീട് അടുത്ത ദിവസങ്ങളിലും ലഭ്യമാക്കുമെന്നാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനാൽ തന്നെ ഈ ശമ്പളം പിൻവലിക്കുന്നതിന് വലിയ പ്രതിസന്ധി ഇനിയും നേരിട്ടേക്കും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അഞ്ജു, ഈ 24,000 രൂപ എന്ന പരിധി കൊണ്ടുവരുന്നത് അത് വലിയ പ്രശ്നങ്ങളിലേക്കല്ലേ ഒരുപക്ഷെ തള്ളിവിടുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തണം. കാരണം നിലവിൽ ഈ ആദ്യ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയായി 24,000 രൂപ വീതം ഇവർക്ക് നൽകാൻ തന്നെ 2,400 കോടി രൂപ ആദ്യവാരം തന്നെ വേണ്ടിവരും. ഇതിൽ 1000 കോടി രൂപ ഈ വ്യാഴാഴ്ച വരെയും ബാക്കി അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാക്കുമെന്ന് ധനമന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. ഇതിന് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം. എന്നാൽ അന്നന്ന് ലഭിക്കുന്ന തുക ബാങ്കുകൾക്കും ട്രഷറികൾക്കും പകുതി വീതം വീതിച്ചു നൽകുമെന്നാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നത്. എന്നാൽ ട്രഷറികളിൽ നിന്ന് ഈ പണം എത്രമാത്രം പിൻവലിക്കാമെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ നിർദ്ദേശം റിസർവ് ബാങ്ക് മുന്നോട്ട് വച്ചിട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം ഇനി വയ്ക്കേണ്ടത്. ഇന്നലെ ധനമന്ത്രി തോമസ് ഐസക് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതിന്റെ സൂചനകളാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ട്രഷറികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും നേരിട്ടെത്തി പണം പിൻവലിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആദ്യ സമയങ്ങളിൽ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നാണ് ധനമന്ത്രാലയം ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അടക്കം ആളുകളുടെയും ശമ്പളം ലഭിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ഇവരുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നു. ഇതിനാവശ്യമായ പണം ബാങ്കുകളിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി റിസർവ് ബാങ്ക് നൽകുന്നില്ല. ഇതിനാവശ്യമായ പണം ബാങ്കുകളിൽ എത്തിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഇതുവരെ നൽകിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അഞ്ജു.
ശരി, മനുശങ്കറാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനില്, ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ 500 കോടി രൂപ RBI നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നു. ഇതൊരു പക്ഷേ ഇന്ന് 1000 കോടി രൂപ നൽകുമെന്നാണ് ഇന്നലെ ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ RBI സമ്മതിച്ചിരുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ തുക അത് ബാങ്കുകൾക്ക് മാത്രമായി 500-ഉം ട്രഷറിക്ക് 500-ഉം ആ നിലയിൽ നൽകിയതാണോ? എന്താണ് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം? അഞ്ചു, ഇപ്പോൾ 500 കോടി രൂപയാണ് SBTക്ക് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. RBI SBTയുടെ വിവിധ ശാഖകൾക്ക് വേണ്ടിയാണ് 500 കോടി രൂപ നൽകിയിട്ടുള്ളത്. ഇതിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 140 കോടി രൂപയും ബാക്കി 360 കോടി രൂപ മറ്റ് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ SBTയിലെ വിവിധ ബ്രാഞ്ചുകൾക്കുമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ട്രഷറികൾക്കും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകൾക്കും കൂടെ സർക്കാർ ആവശ്യപ്പെട്ടത് 1000 കോടി രൂപയാണ്. ഇക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000 കോടി രൂപ ട്രഷറികളിലും അതുപോലെ മറ്റ് ബാങ്കുകളിലും വന്നാൽ മാത്രമേ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ആവുകയുള്ളൂ. SBTയിൽ ഇത്തരത്തിൽ പൈസ ലഭിക്കുന്നതോടുകൂടി തന്നെ SBT അക്കൗണ്ട് ഉള്ളവർക്ക് പണം പിൻവലിക്കാനുള്ള സഹായം ഉണ്ടാകും. ഇപ്പോൾ ട്രഷറിയിൽ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ട്രഷറിയിലാണ്. ഈ ട്രഷറിയിൽ രാവിലെ മുതൽ തന്നെ പെൻഷൻ വാങ്ങാനെത്തുന്നവരുടെ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ട്രഷറികൾ 6 മണിവരെ പ്രവർത്തിക്കും എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പലരും പല ആളുകളും പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി വളരെ രാവിലെ തന്നെ എത്തിച്ചേർന്നു. കാരണം തങ്ങൾക്ക് പിന്നീട് പണം ലഭ്യമാകുമോ അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ പെടുമ്പോൾ പണം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ രാവിലെ മുതൽ തന്നെ പണം പിൻവലിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 24,000 രൂപയാണ് അവർക്ക് പിൻവലിക്കാവുന്ന തുകയായി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും തുക പിൻവലിച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് പല ബാങ്കുകളിലും ബൾക്കായിട്ട് ജീവനക്കാർ ശമ്പളം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പണം കൊടുക്കാനില്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് ഏത് തരത്തിലുള്ള പരിഹാരം കാണുമെന്നുള്ളത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അത് ഏതായാലും 10 മണിയോടുകൂടി ബാങ്കുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തിരക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ജീവനക്കാർക്കിടയിൽ ചില പ്രതിഷേധവും ബഹളവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ബാങ്കുകളിൽ ജീവനക്കാരെല്ലാം തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വരുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുമായി അവർ ഇരിപ്പുണ്ട്. പക്ഷേ തുക തീരുന്ന മുറയ്ക്ക് ഏത് തരത്തിൽ RBI അവരെ സഹായിക്കുമെന്നുള്ള സംബന്ധിച്ചുള്ള ഒരു ആശങ്കയ്ക്ക് ഇതുവരെയും പരിഹാരമായിട്ടില്ല. അത് ബാങ്കുകളുടെ അവസ്ഥയും ട്രഷറികളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ട തുക നൽകിയാൽ മാത്രമേ അത്തരത്തിൽ ഇവർക്ക് ഏതായാലും പെൻഷനായാലും അല്ലെങ്കിൽ ശമ്പളമായാലും വാങ്ങി മടങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാർ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരായാലും മറ്റ് തലസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരായാലും രാവിലെ ഒരു 10-11 മണിയോടുകൂടി തന്നെ ഓഫീസിലെത്തിയാൽ മിക്കവാറും അവർ ശമ്പളം എടുക്കാനുള്ള ഒരു തിരക്കിലേക്ക് പോകും എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഷൻ വാങ്ങാൻ എത്തുന്നവരുടെ ഒരു ക്യൂ ആണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ട്രഷറിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ശമ്പളം വാങ്ങാനെത്തുന്നവരുടെ ഒരു ക്യൂ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ട്രഷറികൾക്ക് മുമ്പിലും പോലീസിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ ട്രഷറി ഡയറക്ടർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പോലീസ് സുരക്ഷ ഈ ട്രഷറിയുടെ മുമ്പിലായി ഒരുക്കിയിട്ടുള്ളത്. കാരണം ഇവിടെ എത്തുന്നവർ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വയലൻ്റ് ആവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് തീർച്ചയായും ബാങ്കും അതുപോലെ തന്നെ ട്രഷറിയും ഇത്തരത്തിൽ ജീവനക്കാരുടെ കൂടെ സംരക്ഷണം കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ സുരക്ഷയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സുനിൽ, 500 കോടി എന്നത് SBTയെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തേന് പര്യാപ്തമായ ഒരു എമൗണ്ട് ആണോ? മറിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പല സ്ഥാപനങ്ങളുടെയും സാലറി അക്കൗണ്ടുകൾ അത് SBTയിൽ മാത്രമല്ല മറ്റു പല ബാങ്കുകളിലുമുണ്ട്. അത്തരം ബാങ്കുകളിലേക്ക് കൃത്യമായ പണം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ എത്ര എമൗണ്ട് എത്തും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭ്യമായിട്ടുണ്ടോ? അഞ്ചു, അതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ 500 കോടി രൂപ ജീവനക്കാർ ഒരുമിച്ച് ഇന്ന് തന്നെ എല്ലാ ജീവനക്കാരും ശമ്പളം എടുക്കുന്നതിന് വേണ്ടി പല ബാങ്കുകളിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ബാങ്കുകൾ തന്നെ പറയുന്നത്. മറിച്ച് 2 ദിവസങ്ങളിലായിട്ടാണ് ജീവനക്കാർ ഈ പണം പിൻവലിക്കുന്നതെങ്കിൽ അത്രത്തോളം പ്രശ്നം വരില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി അവർ ശമ്പളം കൈപ്പറ്റുന്നവരാണ്. അവരുടെ കയ്യിൽ ശമ്പളവുമായി തന്നെയാണ് അവർ വീടുകളിലേക്ക് പോകുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏതായാലും ജീവനക്കാർ ഇന്ന് തന്നെ ശമ്പളം എടുക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് 24,000 രൂപ മാത്രമേ അവരുടെ ശമ്പളത്തിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ LDC ആയാലും അതിന് മുകളിൽ തസ്തികയിലും അതുപോലെ തന്നെ ഗസറ്റഡ് പോസ്റ്റിലുള്ളവരും ഒക്കെ അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ളവരും ഒക്കെ വലിയ തുകയാണ് ശമ്പളമായി തന്നെ വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഈ 24,000 രൂപ ഒരാഴ്ചയിൽ ലഭിക്കുന്നത് പര്യാപ്തമാകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ
ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അത്രയുമെങ്കിലും കിട്ടിയാൽ അത് അനുഗ്രഹമാകും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് അവർ രാവിലെ മുതൽ തന്നെ അവരെല്ലാവരും ഈ ഇത്തരത്തിൽ ഓഫീസുകളിലേക്കായാലും ഈ ബാങ്ക് ഓഫീസുകളിലേക്കും ട്രഷറികളിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. RBI കൂടുതൽ പണം സർക്കാരിന് അനുവദിക്കുകയാണെങ്കിൽ, ട്രഷറികളിലേക്ക് അനുവദിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ധനമന്ത്രി ഇന്നലെ ഈ ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ, RBIയുടെ ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ തന്നെ ഇക്കാര്യം ഉന്നയിച്ചത്. 1000 കോടി രൂപ ലഭിക്കുകയാണെങ്കിൽ തൽക്കാല പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ധനമന്ത്രി അക്കാര്യം സൂചിപ്പിച്ചത്. സുനിൽ, കറൻസി ചെസ്റ്റിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ബാങ്കുകളിലേക്കും RBI പണം വീതിക്കുന്നത്. അത് വലിയൊരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന പണത്തിന്റെ എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക്, എല്ലാ ആളുകൾക്കും കൃത്യമായ തുക നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ വലിയ പ്രതിഷേധങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്കൊക്കെ കടത്തിവിടില്ലേ? തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. എത്ര രൂപ വേണം എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു ഇത് നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചാണ് അവർക്ക് അറിയേണ്ടത്. അതിനുശേഷം മാത്രം ഏതായാലും നമുക്ക് ഇവിടെ ഒരാൾക്ക് ടോക്കണൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 199ാമത്തെ ടോക്കണാണ് ലഭിച്ചിട്ടുള്ളത്. എത്ര രൂപ പെൻഷനാണ് ഇപ്പോൾ ഇന്ന്? 24,000 എഴുതി കൊടുത്തിരിക്കുന്നു. അതിൽ കൂടുതലുണ്ട്, 24,000 എടുക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അത്രത്തിന് കൊടുത്തിരിക്കുന്നു. എന്നാലും രാവിലെ ഇത് വളരെ നേരത്തെ തന്നെ വന്നത് ഈ പണം ഇന്ന് തന്നെ കിട്ടണമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, അതോ എന്തെങ്കിലും തിരക്ക്? പണത്തിൻ്റെ അത്യാവശ്യം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. രാവിലെ വരുന്നതിന് ഒരു ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഇതിൽ അത്തരത്തിൽ വരേണ്ടി വരില്ലായിരുന്നു. ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റിട്ട് വരുമായിരുന്നു. തീർച്ചയായും ഇതുപോലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വളരെ രാവിലെ തന്നെ ഈ ട്രഷറിക്ക് മുമ്പിൽ തങ്ങളുടെ അവകാശപ്പെട്ട തങ്ങൾക്ക് ചിലവിന് വേണ്ടിയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തുക പിൻവലിക്കുന്നതിന് വേണ്ടി എത്തി. ഇപ്പോൾ ഇവർക്കൊക്കെ ടോക്കണൊക്കെ കൊടുത്ത് ഇവരെല്ലാവരും പണം വാങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ കണ്ടതുപോലെ 199ാമത്തെ ടോക്കൺ വരെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ കൂടുതൽ ടോക്കണൊക്കെ കൊടുത്ത് പണം ഇഷ്യൂ ചെയ്യുന്ന ഒരു നടപടികളിലേക്കായിരിക്കും ട്രഷറി ജീവനക്കാർ പോകുന്നത്. ബാങ്കുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ സബ് ട്രഷറികൾക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അഞ്ചു, ശരി. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായി ഇന്ന് ബാങ്കുകളിൽ വൻ സാമ്പത്തിക ഇടപാടിനാണ് സാധ്യതയുള്ളത്. പെൻഷനും ശമ്പളവും ഒക്കെ പിൻവലിക്കാനായി വലിയ നിര തന്നെ ഇപ്പോൾ തന്നെ ബാങ്കുകൾക്ക് മുന്നിൽ ഉണ്ട്. 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാവൂ എന്നുള്ള ഒരു ആശങ്ക കൂടി ജനങ്ങൾക്ക് നിലവിലുണ്ട്. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായി ഇന്ന് ബാങ്കുകളിൽ വൻ സാമ്പത്തിക ഇടപാടിനുള്ള സാധ്യത ആണുള്ളത്. ബാങ്കുകളിൽ ഇപ്പോൾ തന്നെ വലിയ ഒരു ക്യൂ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ്. സമീർ, വ്യാവസായിക നഗരമായ കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകം. എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളിലും ശമ്പളം ലഭിക്കേണ്ട ഒരു ദിനം. അതുകൊണ്ടൊക്കെ തന്നെ ഏറെ ആശങ്കയിലാണോ? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ചു, 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്നെത്തുന്ന ആദ്യ ശമ്പള ദിനമാണ് ഇന്ന് ശമ്പളത്തോടൊപ്പം തന്നെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ട്രഷറികളിലും അതോടൊപ്പം തന്നെ ബാങ്കുകളിലുമൊക്കെ വലിയ നിര തന്നെ രാവിലെ മുതൽ കാണാൻ കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നഗരി എന്ന് കൂടി വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് നടക്കുന്നത് പ്രധാനമായും സ്വകാര്യ മേഖലയിൽ തന്നെയാണ്. സ്വകാര്യ ജീവനക്കാർ തന്നെയാണ് ഇന്ന് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ തന്നെയായിരിക്കും ഇന്ന് നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റിടങ്ങളിലേക്കാൾ കൂടുതൽ സ്വകാര്യ ജീവനക്കാരുള്ള മേഖലയാണ് കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നോട്ട് പ്രതിസന്ധി 3 ആഴ്ച പിന്നിടുമ്പോഴും ഒരർത്ഥത്തിലും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ശമ്പളം എത്തുന്നത്, ഒപ്പം പെൻഷനും എത്തുന്നത്. ഇപ്പോൾ നമുക്ക് സബ് ട്രഷറികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നിര രാവിലെ മുതൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബാങ്കുകളിലേക്ക് വരികയാണെങ്കിൽ 10 മണിയോടുകൂടി ആയിരിക്കും ബാങ്കുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. 11 മണിയോടുകൂടി ആയിരിക്കും അവിടെ ശമ്പളവും അതോടൊപ്പം തന്നെ പെൻഷനും എത്തുന്നത്. അതേസമയം തന്നെ ഈ ശമ്പളം എത്തുന്നതോടുകൂടി ആയിരിക്കും സ്വകാര്യ മേഖലയിലുള്ള വിവിധ തൊഴിലാളികളും അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവരും ഈ ബാങ്കുകളിലേക്ക് എത്തുന്നത്. നേരിട്ട് ഇടപാടുകൾ നടക്കുന്നില്ല, നേരിട്ട് പണം അവർ കൈപ്പറ്റുന്നതല്ല, എല്ലാം ബാങ്ക് മുഖാന്തരമാണ് അവിടെയെല്ലാം ശമ്പളം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ജീവനക്കാർ കൂടി ഈ ശമ്പളത്തിന് വേണ്ടി ബാങ്കുകളിലേക്ക് എത്തി തുടങ്ങുന്നതോടുകൂടെ വലിയ ഒരു നിര തന്നെ, വലിയ ഒരു തിരക്ക് തന്നെയാണ് ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഈ തിരക്കിനൊപ്പം ലഭിക്കുന്നത് 2,500 രൂപ മാത്രമാണ് ATMകളിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്കൗണ്ട് വഴി ലഭിക്കുന്നത് 24,000 രൂപയുമാണ്. പല ബാങ്കുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 24,000 രൂപ നൽകിയിരുന്നില്ല. 10,000 അല്ലെങ്കിൽ 12,000 രൂപ മാത്രമാണ് ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള
കറൻസി അനുസരിച്ച് മാത്രമാണ് അവർ അവിടെ നിന്നും 24,000-ന് പകരം 10,000-മോ 12,000-മോ രൂപ മാത്രമാണ് നൽകിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ശമ്പളം എത്തുന്നത്. ഒരു നിരവധി പേർ ഒരേ സമയത്ത് പണവും ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നു. എന്നാൽ അതിന് നൽകാനുള്ള കറൻസി വ്യക്തമായ രീതിയിൽ സർക്കാരിൻ്റെ കയ്യിലോ ബാങ്കുകളിലോ ഇല്ല, ട്രഷറികളിലില്ല. ആ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ ആശങ്കയും വലിയ ഒരു പ്രതിസന്ധിയും നേരിടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമ കെടുന്ന ഈ ജീവനക്കാർ അവരുടെ ശമ്പളത്തിന് വേണ്ടി, അധ്വാനത്തിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. പക്ഷേ എന്നിട്ടും ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യത. ശരി, വ്യക്തമാണ്. നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിവസമായി ഇന്ന് ബാങ്കുകളിൽ വൻ സാമ്പത്തിക ഇടപാടിന് തന്നെയാണ് സാധ്യത. ശമ്പളം വാങ്ങുന്നതിനും ഒപ്പം പെൻഷൻ വാങ്ങുന്നതിനും ഇപ്പോൾ തന്നെ നീണ്ട നിര ബാങ്കുകൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്.